മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോറിലേഷൻ എന്താണെന്നുള്ളതാണ്. ഇതിന് മുമ്പത്തെ വീഡിയോൻ്റെയും അതുപോലെ തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സെമിസ്റ്ററുകളിലായിട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസിൻ്റെയും ലിങ്കുകൾ അതത് ഹെഡുകൾക്ക് താഴെയായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്താലും നിങ്ങൾക്ക് അവയെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് അതത് സമയത്ത് തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് എല്ലാം നിങ്ങൾ താഴെ നൽകണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എന്താണ് കോറിലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. Two variables are said to be correlated if the change in one variable results in a corresponding change in the other variable. Two variables are said to be correlated. രണ്ട് വേരിയബിൾസ് കോറിലേറ്റഡ് ആണ്, കോറിലേറ്റഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ പറയപ്പെടുന്നത് എപ്പോഴാണ്? ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട്സ് ഇൻ എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ചേഞ്ച് ഇൻ വൺ വേരിയബിൾ, ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ വേരിയബിളിലും ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ ആ രണ്ട് വേരിയബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവ രണ്ടും കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ദാറ്റ് ഈസ് വെൻ ടു വേരിയബിൾസ് മൂവ് ടുഗദർ വി സേ ദേ ആർ കോറിലേറ്റഡ്. രണ്ട് വേരിയബിൾ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ അത് ഒരേ പ്രൊപ്പോർഷനിലാവാം, ചെറിയ ചെറിയ വേരിയേഷനിലാവാം. അങ്ങനെ ഒരുമിച്ച് രണ്ടും പോകുന്നുണ്ടെങ്കിൽ, ഒന്നിലൊരു മാറ്റം ഉണ്ടെങ്കിൽ മറ്റിലൊരു മാറ്റം ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ അവ കോറിലേറ്റഡ് ആണ്. Example, when the price of a commodity rises, the supply for that commodity also rises. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് റൈസ് ചെയ്യുമ്പം അതിൻ്റെ സപ്ലൈയും കൂടെ റൈസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കാണാറുള്ളത്. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഉയർന്ന പ്രോഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സപ്ലയേഴ്സ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ചിലപ്പോൾ വന്നു ചേർന്നു എന്ന് വരാം. അപ്പം അങ്ങനെ സപ്ലൈ കൂടാറുണ്ട്. അതേപോലെ തന്നെ ഇഫ് ദ പ്രൈസ് ഫോൾസ് ദ സപ്ലൈ ഓൾസോ ഫോൾസ്. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, സാധനത്തിന് വില പറ്റിടിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുക എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യൽ ആവില്ല. അവർക്ക് ആ കോസ്റ്റ് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരതിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും, മാർക്കറ്റിലേക്കുള്ള സപ്ലൈ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രൈസും സപ്ലൈയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നുവെങ്കിൽ അവയ്ക്കിടയിൽ ഒരു കോറിലേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നോക്കുക, സോ ബോത്ത് വേരിയബിൾസ് മൂവ് ടുഗെദർ ഓർ ദേ മൂവ് ഇൻ സിമ്പതി. ഇവിടെ രണ്ട് വേരിയബിൾസ് ഒരുമിച്ച് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരാൾ കൂടുമ്പോൾ മറ്റേയാളും കൂടുന്നുണ്ട്, ഒരാൾ കുറയുമ്പോൾ മറ്റേയാളും കുറയുന്നുണ്ട്. ഹെൻസ് പ്രൈസ് ആൻഡ് സപ്ലൈ ആർ കോറിലേറ്റഡ്. രണ്ടും എന്താണ്? കോറിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് ഏതാനും ഡെഫിനിഷൻസ് നോക്കാം. Correlation is defined as the tendency of two or more groups or series of items to vary together directly or inversely. രണ്ടോ അതിൽ കൂടുതലോ, കാരണം രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുള്ളൂ? റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിനിമം രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ് ആവാം, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ഗ്രൂപ്പ് ആവാം. രണ്ട് ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ? ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ഗ്രൂപ്പ്സ് ആവാം, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡാറ്റ ആവാം. രണ്ടോ അതിൽ കൂടുതലോ സീരീസ് ഓഫ് ഡാറ്റകളെ തമ്മിൽ അസോസിയേഷൻ നോക്കലാവാം. അപ്പോൾ ഇങ്ങനെ ഇവയ്ക്കൊക്കെ തന്നെ ഒരുമിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയെ, പ്രവണതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. അത് നേരിട്ടാവാം, ഡയറക്റ്റ് ആയിട്ടാവാം, ഇൻവേഴ്സ് ആയിട്ടാവാം. നേരിട്ടായിട്ടാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൂടുമ്പം മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കൂടുക. ഒരു വേരിയബിളിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളതെന്ന് പറയാം. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുക. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുക, മറ്റൊന്ന് കൂടുന്ന സമയത്ത് മറ്റേ വേരിയബിൾ കുറയുക. അപ്പോൾ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്കവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വേരി ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ബോഡിങ്ടൺ എന്നിവർ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം എന്താണെന്ന് നോക്കാം. Whenever some definite connection exists between the two or more groups, classes or series of data, there is said to be correlation. To be എന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ക്ലാസ്സസ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡാറ്റ എന്നാണ്. സീരീസ് ഓഫ് ഡാറ്റ, ഇവയ്ക്കിടയിൽ ഒരു
ഡെഫിനിറ്റ് കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ, നിലനിൽക്കുമ്പോഴാണ് നമുക്ക് അവക്കിടയിൽ ഒരു കോറിലേഷൻ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്. വെനെവർ സം ഡെഫിനിറ്റ് കണക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ടു ഓർ മോർ ഗ്രൂപ്പ്സ്, ക്ലാസസ് ഓർ സീരീസ് ഓഫ് ഡേറ്റ, ദർ ഈസ് സെഡ് ടു ബി കോറിലേഷൻ. അവിടെ കോറിലേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. മറ്റൊരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു എ എം ടറ്റൽ, കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ബന്ധത്തെ, അസോസിയേഷനെ അനലൈസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? കോറിലേഷൻ. പഠിച്ചു വെക്കാൻ എളുപ്പമുള്ളൊരു ഡെഫിനേഷനാണ്. കോറിലേഷൻ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തോതനുസരിച്ച് നമുക്ക് കോറിലേഷന് നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, മറ്റൊന്ന് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, ദെൻ സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. ഇതിലെ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ആദ്യം പോസിറ്റീവ് കോറിലേഷൻ നോക്കി നോക്കാം. വെൻ ദ വാല്യൂ ഓഫ് ടു വേരിയബിൾ മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂ സെയിം ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അവയ്ക്കിടയിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. That is, an increase in the value of one variable results into an increase in the value of the other variable. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് മറ്റേ വേരിയബിളിലും ഇൻക്രീസ് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ, or if a decrease in the value of one variable results into a decrease in the value of the other variable. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന കുറവ് മറ്റേ വേരിയബിളും ഒരു കുറവാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓൾസോ കോറിലേഷൻ ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. അപ്പോഴും നമുക്ക് എന്താണ് പറയാൻ പറ്റുക? കോറിലേഷൻ പോസിറ്റീവ് ആണെന്നാണ് പറയാൻ പറ്റുക. Then if on the other hand the value of two variable moves in opposite direction so that an increase in the value of one variable results into an increase in the value of the other variable. ഇപ്പോൾ രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഒരു ഇൻക്രീസ് റിസൾട്ട്സ് ഇൻറ്റു എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദി അതർ വേരിയബിൾ, മറ്റേ വേരിയബിളിൻ്റെ വാല്യൂവിൽ ഒരു ഡിക്രീസ് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ, ഓർ ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, അല്ലെങ്കിൽ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ഡിക്രീസ് റിസൾട്ട്സ് ഇൻറ്റു ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ, മറ്റൊരു വേരിയബിളിൽ ഇൻക്രീസ് ആണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി നെഗറ്റീവ്. അവിടെ കോറിലേഷൻ നെഗറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ കൂടുന്നോ കുറയുന്നോ എന്നുള്ളതല്ല നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്, രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പം ഒന്നിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ മറ്റേൻ്റെയും വാല്യൂ കൂടുക, അത് പോസിറ്റീവ് കോറിലേഷനാണ്. അല്ലെങ്കിൽ ഒന്നിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ മറ്റേൻ്റെ വാല്യൂം കുറയുക, അത് പോസിറ്റീവ് കോറിലേഷനാണ്. ഇത് ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുകയും ചെയ്യുന്നതാണ് എന്ത്? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അത് നെഗറ്റീവായി മാറുന്നത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ പ്രൈസും സപ്ലൈയും അത് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. തൊട്ട് മുമ്പ് അത് എന്തുകൊണ്ടാണ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഏതും കൂടാറാണ് പതിവ്, സപ്ലൈ കൂടാറാണ് പതിവ്. അതുപോലെ പ്രൈസ് കുറയുന്നതിനനുസരിച്ച് സപ്ലൈ കുറയാറുമാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് എന്നുള്ളത് കൊണ്ട് തന്നെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ജനറലി പ്രൈസ് ആൻഡ് സപ്ലൈ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ബിക്കോസ് വെൻ പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. വെൻ പ്രൈസ് കംസ് ഡൗൺ സപ്ലൈ ഫോളോസ്. സപ്ലൈ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറയുമ്പം സപ്ലൈയും അതുപോലെ തന്നെ കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. Then correlation between price and demand is said to be inverse or negative because with a fall in price demand goes up, with a rise in price demand comes down. അതേസമയം പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? ഡിമാൻഡ് കുറയും. മാർക്കറ്റിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ വില വല്ലാണ്ട് കൂടുകയാണ് അല്ലേ? നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന ഒരു രീതിയാണ് വില കുറയുന്ന സമയത്ത് വാങ്ങിക്കാം, ഇപ്പോൾ വാങ്ങൽ തൽക്കാലം മാറ്റി വെക്കാം, ഏതൊരു കൺസ്യൂമറും വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റിൽ കുറയും.
അതേസമയം പ്രൈസ് വളരെ കുറയുന്ന സമയത്ത് ഇനി ഭാവിയിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ മാക്സിമം വാങ്ങിച്ച് വെക്കാമെന്നുള്ളതിലൊക്കെ ബൾക്കായിട്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പൊതുവേ ഉള്ളൊരു റിലേഷൻഷിപ്പ് പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും ഇടയിലെന്ന് പറയുന്നത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുക എന്നുള്ളതും പ്രൈസ് കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടുക എന്നുള്ളതുമാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടുത്തെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അതായത് ഇൻവേഴ്സ് ആയിട്ടാണ് അവിടെ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവാണ് അവിടുത്തെ കോറിലേഷൻ നമുക്ക് പറയാം. അപ്പോൾ കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഈസ് സെഡ് ടു ബി ഇൻവേഴ്സ് ഓർ നെഗറ്റീവ് ആണ് നമുക്ക് പറയാം. ബിക്കോസ് വിത്ത് എ ഫോൾ ഇൻ പ്രൈസിൽ ഫോൾ ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഗോസ് ചെയ്യുന്നു, അപ്പ് ചെയ്യുന്നു, ആൻഡ് വിത്ത് എ റൈസ് ഇൻ പ്രൈസ് ഡിമാൻഡ് കംസ് ഡൗൺ. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്താണെന്ന് നോക്കാം. ലീനിയർ ആദ്യം നോക്കാം. കോറിലേഷൻ മേ ബി ലീനിയർ ഓർ നോൺ ലീനിയർ. When the amount of change in one variable leads to a constant ratio of change in the other variable, correlation is said to be linear. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് മാറ്റം കൊണ്ടുവരുന്നത് എങ്കിൽ, ഒരു പ്രാവശ്യം ഒരു മാറ്റം ഉണ്ടായി മറ്റൊരു കൃത്യ പെർസെൻറ്റേജിൽ ഒരു മാറ്റം കൊണ്ടുവന്നു, രണ്ടാമത്തെ തവണയും അതിലൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതേ പെർസെൻറ്റേജ് തന്നെയാണ് രണ്ടാമതും മറ്റേ വേരിയബിളിൽ മാറ്റം കൊണ്ടുവരുന്നത് എങ്കിൽ നമുക്ക് അവിടുത്തെ റിലേഷൻഷിപ്പ് ലീനിയർ ആണെന്ന് പറയാം. വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച്, എന്തെങ്കിലും ഒരു മാറ്റം മാത്രമല്ല സംഭവിക്കുന്നത്, അവിടെ കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് എപ്പോഴും മാറ്റം സംഭവിക്കുന്നതെങ്കിൽ കോറിലേഷൻ സെഡ് ടു ബി ലീനിയർ. ഫോർ എക്സാമ്പിൾ, ഇഫ് പ്രൈസ് ഗോസ് അപ്പ് ബൈ 10%, ഇറ്റ് ലീഡ്സ് ടു എ റൈസ് ഇൻ സപ്ലൈ ബൈ 15% ഈച്ച് ടൈം. അതായത് ഒരു സമയത്ത് പ്രൈസിൽ ഒരു 10% ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ സപ്ലൈയിൽ എപ്പോഴും ഇവിടെ 10% ഉണ്ടാകുമ്പോഴൊക്കെ സപ്ലൈയിൽ എത്രയാണ് മാറ്റം വരുന്നത്? 15% ഇൻക്രീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിശ്ചിത തോതിൽ തന്നെ പെർസെൻറ്റേജിൽ തന്നെയാണ് എല്ലാ സമയത്തും ഒരു വേരിയബിളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതെങ്കിൽ അവിടുത്തെ റിലേഷൻഷിപ്പ് ലീനിയർ ആണ് നമുക്ക് പറയാം. ദെൻ ദർ ഈസ് എ ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ. വെൻ ദർ ഈസ് ലീനിയർ കോറിലേഷൻ, ദ പോയിന്റ് പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് വിൽ ഗീവ് എ സ്ട്രൈറ്റ് ലൈൻ. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യം നമ്മൾ ഒരു ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഗ്രാഫ് നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഡാറ്റ അതിനകത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിക്ചർ നമുക്ക് ലഭിക്കുക എങ്ങനെയായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. When there is a linear correlation, the point plotted on a graph will give a straight line. Generally, we don't find linear correlation in the economic and social phenomena because of the influence of multiple and complex factors on the variable. പക്ഷെ സാധാരണഗതിയിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിനോമിനകളിൽ നമുക്ക് ഈ ലീനിയർ കോറിലേഷൻ കാണാൻ പറ്റില്ല. കാരണം ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫാക്ടറുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൽ പ്രൈസ് കൂടിയതുകൊണ്ടോ മാത്രമാവില്ല സപ്ലൈയിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടാവുക. വേറെ ഒരുപാട് ഘടകങ്ങൾ ആ സപ്ലൈനെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രൈസിലുണ്ടാകുന്ന അതേ മാറ്റം ഏതിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല, സപ്ലൈയിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. വേറെ കുറേ ഘടകങ്ങൾ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം അതിന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേരിയേഷൻ എല്ലാ സമയത്തും ഒരുപോലെ ആവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലപ്പോഴും ഇത് സയൻറ്റിഫിക് മേഖലയിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കുള്ളൂ. ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സിൻ്റെ വാല്യൂ 20, 25, 30, 35 ആൻഡ് 40. വൈൻ്റെ വാല്യൂ 30, 37.5, 45, 52.5, 60. ഇവിടെ നോക്കുക, എക്സ് 20 ആകുമ്പോൾ വൈ 30 ആണ്, എക്സ് 25 ആകുമ്പം വൈ 37.5 ആണ്, 30 ആകുമ്പോൾ ഇവിടെ 45 ആണ്. ഒരു ഇൻക്രീസിങ് ടെൻഡൻസി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇത് കൂടുന്നതിനനുസരിച്ച് താഴെ വൈയും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് കോറിലേഷനാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇത് ലീനിയർ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ്റെ പെർസെൻറ്റേജ് പ്രൊപ്പോർഷനാണ് നമ്മളവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 20 ആകുമ്പോൾ ഇവിടെ 30 ആണ്, 2:3 പ്രൊപ്പോർഷനാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ തന്നെ ഇത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും ഒരു 2:3 എന്നുള്ള പ്രൊപ്പോർഷനാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം ഇവിടെ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ആ ഒരു തോത് സെയിം പ്രൊപ്പോർഷനിലായതുകൊണ്ട് സെയിം പെർസെൻറ്റേജിലായതുകൊണ്ട് ഇവിടെ ഒരു ലീനിയർ കോറിലേഷനാണ് നിലനിൽക്കുന്നത് നമുക്ക് പറയാം. In this example, there is a linear relationship as there is the ratio 2:3 at all points. If we plot these points, they will lie on a straight line. ഇത് നമ്മളൊരു ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക.
അപ്പോൾ ഈ പറയുന്ന സംഭവം നമ്മളതാ ഇങ്ങനെ ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ, കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെ നിന്ന് മേലേക്ക് ഇങ്ങോട്ടായിരിക്കും നമുക്കിതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ കിട്ടുക, നേരെ ആയിരിക്കും കിട്ടുക, അല്ലാതെ ഒരു കർവായിട്ട് അങ്ങനെയൊന്നും പോവില്ല. ഈ ഒരു സിഗ്സാഗ് ഫോമിലൊന്നും അല്ല പോവുക, സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും ലീനിയർ കോറിലേഷൻ്റെ ഗ്രാഫ് നമുക്ക് ഉണ്ടാവുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് വന്നേക്കാവുന്ന കാര്യമാണ്. കോറിലേഷൻ ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ. നോൺ ലീനിയർ ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലേ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഗ്രാഫിൽ വരക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ വരുന്നതായിരിക്കും നോൺ ലീനിയറിൽ. കർവ്, അല്ലേ, കർവ് ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. കർവ് ലീനിയർ പേരും കൂടെ നമുക്ക് മാറ്റി പറയാവുന്നതാണ്. അപ്പോൾ കോറിലേഷൻ ഈസ് സെഡ് ടു ബി നോൺ ലീനിയർ വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ ചേഞ്ച് ഇൻ ദ അതർ വേരിയബിൾ. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് മറ്റേ വേരിയബിളിൽ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലുള്ള മാറ്റമൊന്നും അല്ല കൊണ്ടുവരുന്നത് എങ്കിൽ അവിടുത്തെ റിലേഷൻഷിപ്പ് നോൺ ലീനിയർ ആണെന്ന് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ്റെ കേസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറയാവുന്നതേ ഉള്ളൂ. ദെൻ ഇൻ ദ കേസ് ഓഫ് curvilinear correlation, the ratio of change fluctuates and is never constant. റേഷ്യോ, ആ ഒരു മാറ്റത്തിൻ്റെ റേഷ്യോ എന്തായിരിക്കും? എപ്പോഴും വേരി ചെയ്യുന്നുണ്ടാകും. ഒരു സമയത്ത് മാറ്റം 10% ആണെങ്കിൽ പിന്നത്തെ സമയത്ത് ചിലപ്പോൾ 5% ആയിരിക്കും രണ്ടും തമ്മിലുണ്ടാകുന്ന മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക. ചില സമയത്ത് 15% ആവും. അങ്ങനെ തമ്മിലുള്ള ആ ഒരു ചേഞ്ചിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് വ്യത്യാസം ഉണ്ടായി എന്ന് വരാം. ദെൻ സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. കോറിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര വേരിയബിളിൽ നമ്മൾ എടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഇത്. ഇൻ ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, ഇഫ് ദർ ആർ ഓൺലി 2 വേരിയബിൾസ് ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി സിമ്പിൾ. വേരിയബിൾസിൻ്റെ ഇടയിലുള്ള ബന്ധം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് വെറും 2 വേരിയബിളിനെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അവിടുത്തെ കോറിലേഷൻ നമുക്ക് സിമ്പിളാണെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഇസ് സിമ്പിൾ. അവിടെ 2 വേരിയബിൾ ഉള്ളൂ, അല്ലേ, പ്രൈസും ഡിമാൻഡും. അവിടെയുള്ള കോറിലേഷൻ സിമ്പിൾ ആണെന്ന് പറയാം. ദെൻ കോറിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ഈസ് ഓൾസോ സിമ്പിൾ. വെൻ വൺ വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു എ നമ്പർ ഓഫ് അതേഴ്സ്, കോറിലേഷൻ ഈസ് നോട്ട് സിമ്പിൾ. ഇപ്പോൾ ഒരു വേരിയബിൾ വേറെ ഒരുപാട് വേരിയബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് കോറിലേഷൻ സിമ്പിൾ അല്ല. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ദെൻ ദ സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾ ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന ഒരു സിറ്റുവേഷനകത്ത് നമ്മൾ കോറിലേഷൻ മെഷർ ചെയ്യുമ്പം അവിടെ പാർഷ്യൽ കോറിലേഷനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷനോ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇൻ ദ സ്റ്റഡി ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ, we measure the degree of association between one variable on one side and all other variables together on the other side. മൾട്ടിപ്പിൾ കോറിലേഷനിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ ഒരു സൈഡിൽ നിർത്തുകയും ബാക്കിയുള്ള വേരിയബിൾസിനെ എല്ലാം തന്നെ മറ്റേ സൈഡിൽ നിർത്തുകയും ചെയ്തിട്ട് നമ്മൾ കോറിലേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. അതായത് എക്സിനെ ഒരു സൈഡിൽ നിർത്തുക, അപ്പുറത്തെ സൈഡിൽ വൈ, സെഡ്, എം, എൻ അങ്ങനെ 3-4 വേരിയബിൾ മറ്റേ സൈഡിലും ഉണ്ടാവുക. അങ്ങനെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ കോറിലേഷനാണ് നമ്മൾ നോക്കുന്നതെന്ന് നമുക്ക് പറയാം. Thus, the relation between the yield with both the rainfall and temperature together is multiple correlation. നമ്മൾ ഒരു കൃഷി നടത്തുമ്പം അതിൻ്റെ yield, അതിൻ്റെ വിളവിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്? റെയിൻഫോളിനെയും ടെമ്പറേച്ചറിനെയും രണ്ടുമായിട്ടുള്ള ബന്ധം നോക്കിയിട്ടാണ് yield മെഷർ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണുള്ളതെന്ന് നമുക്ക് പറയാം. Then in partial correlation, we study the relationship of one variable with one of the other variable, presuming that the other variable remain constant. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പഠിക്കുന്നത്? സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ഓഫ് വൺ വേരിയബിൾ, ഒരു വേരിയബിളിന് മറ്റൊരു വേരിയബിളുമായിട്ടുള്ള ബന്ധം, വിത്ത് വൺ ഓഫ് ദി അതർ വേരിയബിൾ, പെർസ്യൂമിങ് ദാറ്റ് ദ അതർ വേരിയബിൾസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ പറഞ്ഞു കുറേ എണ്ണം വേരിയബിൾസ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ മൾട്ടിപ്പിൾ കോറിലേഷനും പാർഷ്യൽ കോറിലേഷനും അപ്ലൈ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഇവിടെ 2-ൽ കൂടുതൽ വേരിയബിൾ ഉണ്ടായിരിക്കും. അതിൽ ഒരു വേരിയബിളിന് ഒരു സൈഡിലും ബാക്കിയുള്ള വേരിയബിൾ മറ്റേ സൈഡിലും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഏതാനും വേരിയബിൾസ് കോൺസ്റ്റൻ്റ് ആണ്, അതിൽ മാറ്റമൊന്നും ഇല്ല എന്നുള്ളൊരു അസംഷനിൽ ബാക്കിയുള്ളതിനെ വെച്ചിട്ട് മാത്രം റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാണ് പാർഷ്യൽ കോറിലേഷനിൽ ചെയ്യുന്നത്. അപ്പം എന്താണെന്നുള്ള നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, നോക്കാം. ലെറ്റ് ദെയർ ബി 3 വേരിയബിൾസ്, ഈൽഡ്, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ 3 വേരിയബിൾ ഉണ്ടെന്ന് വെക്കുക. ഈൽഡ് ഉണ്ട്, റെയിൻഫോൾ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഈച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഇത് 3 പരസ്പരം ബന്ധപ്പെട്ടാൽ നമുക്കറിയാം, അല്ലെ, കൃഷിയിൽ നിന്ന് വിളവ് നല്ല രീതിയിൽ കിട്ടുന്നത് റെയിൻഫോളിനെയും
ആ മേഖലയിലുള്ള ടെമ്പറേച്ചറിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇവിടെ നമ്മളിത് മൂന്നും തമ്മിലുള്ള ബന്ധം പഠിക്കാതെ, അപ്പോൾ ഈൽഡും പിന്നെ ഒരു സൈഡിൽ നിർത്തി റെയിൻഫോളിനും ടെമ്പറേച്ചറും മറ്റേ സൈഡിലും വെച്ചിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് പഠിക്കുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈൽഡിനെ ഒരു സൈഡിൽ നിർത്തുന്നു, മറ്റേ സൈഡിൽ ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല, അത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൊരു അസംഷൻ വെച്ചിട്ട് ഈൽഡിനെയും റെയിൻഫോളിനെയും മാത്രമുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ നോക്കുക, then the relationship between the yield and rainfall assuming temperature is constant is the partial correlation. Partial correlation meaning ഒന്നും കൂടെ നോക്കാം. In partial correlation we study the relationship of one variable with one of the other variable. മറ്റു വേരിയബിളിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് മാത്രം ഒന്നിൻ്റെ റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പെർസ്യൂമിങ് ദാറ്റ് ദ അതർ വേരിയബിൾസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ളതാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ്സ് ഫോർ സ്റ്റഡിയിങ് കോറിലേഷൻ. കോറിലേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേര് പറയുകയാണെങ്കിൽ മെഷേഴ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ക്യാൻ ബി മെഷേർഡ് ബൈ ബോത്ത് ഗ്രാഫിക് ആൻഡ് ആൾജിബ്രിക് മെത്തേഡ്. ഗ്രാഫിക് മെത്തേഡ് വെച്ചിട്ടും ആൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ടും നമുക്കത് മെഷർ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഏതൊക്കെ വരുന്നു നോക്കാം. ഗ്രാഫിക് മെത്തേഡിനകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്, സ്കാറ്റർ ഡയഗ്രവും കോറിലേഷൻ ഗ്രാഫും. ദെൻ ആൾജിബ്രിക് മെത്തേഡിനകത്ത് വരുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം മനസ്സിലാക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. Then scatter diagram. This is a graphical method of studying correlation between two variables. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള കോറിലേഷൻ പഠിക്കുന്നതിനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്ത്, ചിത്രരൂപേണ നമുക്ക് ആ കാര്യം മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. വൺ ഓഫ് ദി വേരിയബിൾ ഈസ് ഷോൺ ഓൺ ദി എക്സ് ആക്സിസ്. ഒരു വേരിയബിളിനെ നമ്മൾ എക്സ് ആക്സിസിൽ കാണിക്കുന്നു, ആൻഡ് അതർ ഓൺ ദി വൈ ആക്സിസ്, മറ്റേതിനെ വൈ ആക്സിസിലും കാണിക്കുന്നു. ഈച്ച് പെയർ ഓഫ് വാല്യൂ ഈസ് പ്ലോട്ടഡ് ഓൺ ദി ഗ്രാഫ് ബൈ മീൻസ് ഓഫ് ഡോട്ട് മാർക്ക്. ഈ പറയുന്ന കാര്യത്തെ എല്ലാം തന്നെ ഒരു ഡോട്ട് മാർക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു, കാണിക്കുന്നു, അതിനകത്ത് അടയാളപ്പെടുത്തുന്നു. ആഫ്റ്റർ ഓൾ ദി ഐറ്റംസ് ആർ പ്ലോട്ടഡ് വി ഗെറ്റ് ആസ് മെനി ഡോട്ട്സ് ഓൺ ദ ഗ്രാഫ് പേപ്പർ ആസ് ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ്. അപ്പം ഇത് എല്ലാം തന്നെ ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടോ അത്രത്തോളം എണ്ണം പിന്നെ ഡോട്ട്സ് നമുക്ക് എന്ത് ചെയ്യും, ഗ്രാഫിനകത്ത് കിട്ടും. പറഞ്ഞു വൈ ആക്സിസ് എക്സ് ആക്സിസ്, ഇതിനകത്ത് ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, മറ്റൊന്നിൻ്റെ വാല്യൂസ് നമ്മൾ ഈ സൈഡിൽ നമ്മൾ കൊടുക്കുന്നു, എക്സ് ആക്സിസിലും കൊടുക്കുന്നു. എന്നിട്ട് ആ വാല്യൂസിനെ നമ്മൾ ഇതിനകത്ത് ഓരോന്നിൻ്റെയും നമ്മൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ഡോട്ട്സ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഡയഗ്രത്തെയാണ് നമ്മൾ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയും. If these points show some trend either upward or downward, the two variables are said to be correlated. ഈ പറയുന്ന പോയിന്റുകൾ ഒന്നുകിൽ മുകളിലേക്ക് ഇങ്ങനെ കൂടി വരുന്ന ട്രെൻഡോ അല്ലെങ്കിൽ താഴേക്ക് കുറഞ്ഞു വരുന്ന ട്രെൻഡോ കാണിച്ചേക്കാം. അങ്ങനെ ഉണ്ട് എങ്കിൽ അവ തമ്മിൽ കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. അല്ല എങ്കിൽ കോറിലേഷൻ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാനിവിടെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്ന് കൂടിയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ അല്ലേ തോന്നിയ പോലെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കോറിലേഷൻ ഇല്ല എന്നുള്ളൊരു അസംഷനിൽ ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് എത്താം. അല്ലാച്ചാൽ നമുക്കിതിങ്ങനെ കൂടി വരുന്ന രീതിയിലേക്ക് ആ ഡോട്ട് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതായിട്ടോ നമുക്ക് കാണാം. If the plotted points do not show any trend, the two variables are not correlated. അത് പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ രണ്ട് വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് അർത്ഥം. If the scatter diagram is a visual aid to show the presence or absence of correlation between two variables. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള കോറിലേഷൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാനുള്ള ഒരു വിഷ്വൽ എയ്ഡാണ്, നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. എ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ക്യാൻ ബി ഡ്രോൺ യൂസിങ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. ഇങ്ങനെ പ്ലോട്ട് ചെയ്ത ഈ ഒരു ഗ്രാഫിനകത്ത് ഈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വേണമെങ്കിൽ വരക്കാവുന്നതാണ്. അപ്പോൾ if the points are falling very close to this line, there is very high degree of correlation. അപ്പോൾ നമ്മളിങ്ങനെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അതിനകത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുറേ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ പോയിന്റ്സ് ഈ ലൈനിന് വളരെ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് എങ്കിൽ അവിടെ ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വേരിയബിൾസിൻ്റെ ഇടയിൽ ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് ദേ lie very much away from this line, it shows that the correlation is not much.
ഈ ലൈനിൽ നിന്നും ഒരുപാട് ദൂരമായിട്ടാണ് ഈ ഡോട്ടഡ് ലൈൻ, ഈ ഡോട്ടുകൾ, ഈ പോയിന്റ്സ് കിടക്കുന്നത് എങ്കിൽ അവിടെ വളരെ കുറഞ്ഞ കോറിലേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വെറുതെ ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മളിത് ഇങ്ങനെ ശരിക്കും ഓരോ നമ്പർ നോക്കി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു പ്രത്യേകത കറക്റ്റായിട്ട് മനസ്സിലാക്കുക പറ്റുക. ഇതിനകത്ത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഫസ്റ്റത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് 30, 35, 42, 60, 65 എന്നുള്ള രീതിയിൽ എക്സിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. വൈൻ്റെ വാല്യൂ 15, 20, 22, 27, 30 എന്നുള്ള രീതിയിൽ കൂടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ, എക്സും വൈയും കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇനി എക്സാമ്പിൾ 2 നോക്കാം. എക്സ് 20, 15, 10, 18, 8, 7 കുറയാണ് ചെയ്യുന്നത്. വൈ 30, 29, 20, 15, 10 ഇതും കുറേ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ഒരുപോലെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു പോസിറ്റീവ് കോറിലേഷനാണ്. കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവ് എന്ന് അർത്ഥമില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഒരേ ഡയറക്ഷനിലാണ് കിടക്കുന്നത്. സോ അതൊരു പോസിറ്റീവ് കോറിലേഷനാണ്. ദെൻ എക്സാമ്പിൾ 3 നോക്കാം. 30, 35, 40, 42, 45 എക്സിൻ്റെ വാല്യൂസ് കൂടി കൂടി വരുന്നുണ്ട്. വൈൻ്റെ വാല്യൂസോ 30, 25, 20, 18, 10 കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലേ. എക്സ് കൂടുമ്പോൾ വൈ കുറയാണ് ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റിലാണ് കിടക്കുന്നത് ബന്ധം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ഇവിടെ ഒരു നെഗറ്റീവ് കോറിലേഷനാണുള്ളത്. ദെൻ എക്സും വൈയും ഇവിടെ നോക്കാം. 30 എക്സിൻ്റെ വാല്യൂ 30, 28, 25, 18, 10 കുറഞ്ഞു കുറഞ്ഞാണ് എക്സ് വരുന്നത്. വൈ ആണെങ്കിലോ 20, 25, 30, 32, 40 കൂടി കൂടിയാണ് വരുന്നത്. എക്സ് കുറയുമ്പം വൈ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്കൊരു പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റത്തെ പിക്ചർ കാണിക്കുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് കോറിലേഷനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, രണ്ടാമത്തേതിനകത്ത് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവ് കോറിലേഷനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ട്രെൻഡ് കാണിക്കുന്നത് എങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനാണ്. ഇത് ഫസ്റ്റത്തെ ആണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷനാണ് കാണിക്കുന്നത്. ഇവിടെ നോ കോറിലേഷനാണ് കാണിക്കുന്നത്. From the three scatter diagrams, we can conclude that there is a positive correlation between x and y in the first set, there is negative correlation between x and y in the second set, and there is no correlation between x and y in the third set. First സെറ്റിനകത്ത് എക്സിൻ്റെയും വൈൻ്റെയും ഇടയിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. രണ്ടാമത്തേതിനകത്ത് എക്സിൻ്റെയും വൈൻ്റെയും ഇടയിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് ശ്രദ്ധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി റൈറ്റ് സൈഡിലേക്ക് താഴോട്ടുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത് എങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ മൂന്നാമത്തേതിനകത്ത് പ്രത്യേകിച്ചൊരു റിലേഷൻഷിപ്പും കാണാനില്ല. ദെൻ മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു പ്ലോട്ട് ദ പോയിൻറ്റ്സ്. വളരെ ഈസിയാണ് അല്ലേ ചെയ്യാൻ. ജസ്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഒരുമിച്ച് നോക്കുന്നു, പ്ലോട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ അതിനകത്ത് ചെയ്യാനുള്ളൂ. ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. Abnormal values in the data can be easily detected. അബ്നോർമൽ ആയിട്ടുള്ള, അതായത് ഭയങ്കര വേരിയേഷനുള്ള വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലേ. വളരെ കുറഞ്ഞ വാല്യൂ അല്ലെങ്കിൽ വളരെ കൂടിയ വാല്യൂ, അതിനാണ് നമ്മൾ അബ്നോർമൽ വാല്യൂ. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡീവിയൻ്റ് ആയിട്ട് വ്യത്യസ്തമായി കിടക്കുന്നതാണ് അബ്നോർമൽ വാല്യൂ. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലിൽ അടുത്തടുത്തൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു വാല്യൂ ചിലപ്പം പറ്റ ലെഫ്റ്റ് കോർണറിലോ അല്ലെങ്കിൽ റൈറ്റ് കോർണറിലോ മാറി കിടക്കുമ്പോൾ നമുക്കറിയാം അത് ഭയങ്കര വ്യത്യാസമുള്ളൊരു വാല്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ദ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് തന്നിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദെൻ the value of dependent variable for a given value of independent variable can be detected. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് വേണ്ടി തന്നിട്ടിരിക്കുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്കിവിടെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. ദ എക്സ്ട്രീം വാല്യൂസ് ഡു നോട്ട് അഫക്റ്റ് ഇറ്റ്. വളരെ എക്സ്ട്രീമായിട്ട് കിടക്കുന്ന, മീൻസ് ഭയങ്കര കൂടിയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ കുറഞ്ഞതുമായിട്ടുള്ള വാല്യൂസിന് നമുക്ക് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയാം. അതൊന്നും ഇവിടെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. നമ്മുടെ ചില ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അത്തരം വാല്യൂസ് അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. പക്ഷേ ഇവിടെ ജസ്റ്റ് ഡയഗ്രാം ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നമ്മളത് പ്രത്യേകിച്ച് അത് അഫക്റ്റ് ചെയ്യുന്നൊന്നും ഇല്ല. ഡിമെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ കനോട്ട് ബി ഈസിലി എസ്റ്റിമേറ്റഡ്. ഡിഗ്രി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ.
അതായത് വളരെ ഹൈ ആണെന്നോ അല്ലെങ്കിൽ വളരെ ലോ ആണെന്നോ നമുക്ക് അറിയാൻ പറ്റുക ജസ്റ്റ് ആ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരയ്ക്കുമ്പോൾ മാത്രമാണ്. അതും ഹൈ ആണെന്നോ ലോ ആണെന്നോ അങ്ങനെയുള്ള ഒരു അസംഷനിൽ എത്താൻ മാത്രമേ പറ്റുള്ളൂ. അത് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജോ മറ്റോ നമുക്ക് പറയാൻ പറ്റില്ല. ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസോ മറ്റൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനോ മറ്റൊന്നും ഇവിടെ സാധ്യമല്ല. When the number of pairs of observation is either very big or very small, the method is not easy. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനകത്തുള്ള ഒബ്സർവേഷൻ നമ്മുടെ ആ ഒരു ഇപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ വളരെ കൂടിക്കഴിഞ്ഞാലും നമ്മളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ഗ്രാഫിനകത്ത് പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ അത് തിങ്ങി നിറഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ അന്നേരത്ത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറച്ച് എണ്ണം ആകുമ്പോഴും നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, വേണ്ടത്ര ഗുണം കിട്ടില്ല. അപ്പം അത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയാനുള്ളത്. ദെൻ കോറിലേഷൻ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഗ്രാഫിക് മെത്തേഡ്. Under this method, separate curves are drawn for the x variable and y variable on the same graph paper. ഒരേ ഗ്രാഫ് പേപ്പറിൽ തന്നെ എക്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കർവും വൈക്ക് വേണ്ടിയിട്ട് വേറൊരു കർവും കൂടെ വരയ്ക്കുക, ഒറ്റൊന്നിൽ തന്നെ. The values of the variables are taken as ordinate of the points plotted. വേരിയബിളിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റിൻ്റെ ഓർഡിനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. From the direction and closeness of two curves, we can infer whether the variables are related. രണ്ട് കർവിൻ്റെയും ആ ഒരു അടുപ്പം, അത് എത്രത്തോളം അടുത്തടുത്താണ് രണ്ട് കർവ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ വേരിയബിൾസ് റിലേറ്റഡ് ആണോ നമ്മൾ നോക്കുന്നത്. If both the curves move in the same direction, രണ്ട് കർവും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് അപ്വേർഡ്ക്കാവാം അല്ലെങ്കിൽ ഡൗൺവേർഡ്ക്കാവാം, ഓർ റിലേഷൻ such correlation is said to be positive. Correlation ഒരുമിച്ചാണ്, ഇത് രണ്ടായി പോയതാണ്. is said to be positive. If the curves are moving on the opposite direction, ഒരു കർവ് ഇങ്ങോട്ടും ഒന്ന് നേരെ അപ്പുറത്തേക്കും ഒക്കെ ആണെങ്കിൽ നമ്മളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറയാം. അന്നേരം നമുക്കതിന് നെഗറ്റീവ് ആണെന്ന് പറയാം. Then coefficient of correlation എന്താണെന്ന് നോക്കാം. Coefficient of correlation is an algebraic method of measuring correlation. Correlation measure ചെയ്യാൻ രണ്ട് വിധം മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ്. ഗ്രാഫിക് മെത്തേഡും ഉണ്ട്, ആൾജിബ്രൈക് മെത്തേഡും ഉണ്ട്. അതിൽ ആൾജിബ്രൈക് മെത്തേഡിനകത്ത് വരുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇസ് an algebraic method of measuring correlation നമുക്ക് പറയാം. Under this method, we measure correlation by finding a value known as the coefficient of correlation using an appropriate formula. ഒരു അപ്രോപ്രിയേറ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വാല്യൂ കണ്ടെത്തിയിട്ട് ആണ് നമ്മളിവിടെ എന്ത് മെഷർ ചെയ്യുന്നത്, കോറിലേഷൻ മെഷർ ചെയ്യുന്നത്. അങ്ങനെ ഈ അപ്രോപ്രിയേറ്റ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്ന ആ വാല്യൂവിന് പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ രണ്ട് രീതിയിലും പറയാം. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും, ഒരു നമ്പറൊക്കെ ആയിരിക്കും. It shows the degree or the extent of correlation between two variables. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിൽ കോറിലേഷൻ്റെ എക്സ്റ്റെൻഡ് എത്രത്തോളം ഉണ്ട്, ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണിച്ചു തരും എന്നുള്ളതാണ്. സ്കാറ്റർ ഡയഗ്രത്തിലൊക്കെ നമുക്ക് ആ ഒരു പ്രയാസമുണ്ട്, ഗ്രാഫിക് മെത്തേഡിലൊക്കെ നമുക്കുള്ളൊരു പ്രയാസം അതാണ്. Then the coefficient of correlation is a pure number lying between 1 and +1. നെഗറ്റീവ് 1 ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് -1ൻ്റെയും -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ വരുന്ന ഒരു പ്യുവർ നമ്പർ ആയിരിക്കും. ഇതിലപ്പുറത്തേക്കുള്ളൊരു വാല്യൂ ആണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. When the correlation is negative, it lies between -1 and 0. -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുക. അപ്പോൾ -1 ആവാം, -0.99 ആവാം, -0.5 ആവാം. അങ്ങനെ 0ൻ്റെയും -1ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഏതൊരു വാല്യൂ വന്നു കഴിഞ്ഞാലും അവിടെ കോറിലേഷൻ നെഗറ്റീവ് ആണ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. When the correlation is positive, it lies between 0 and 1. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വാല്യൂ വരുന്നതെങ്കിൽ കോറിലേഷൻ പോസിറ്റീവ് ആണ്. 0.5, 0.25, 0.35, 0.99 അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും അത് കോറിലേഷൻ പോസിറ്റീവ് ആണ്.
When the coefficient of correlation is 0, it indicates that there is no correlation between the variable. നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് കോഎഫിഷ്യൻ്റ് കാണുമ്പം നമുക്ക് 0 കിട്ടുന്നത് എങ്കിൽ അവിടെ രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലും റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. When the correlation coefficient is 1, ഇനി 1 കിട്ടുകയാണെങ്കിലോ there is perfect correlation. അവിടെ നല്ല കോറിലേഷനാണ്, പെർഫെക്റ്റ് കോറിലേഷനാണ് രണ്ടും തമ്മിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോറിലേഷനാണ്, 0 വന്നു കഴിഞ്ഞാൽ നോ കോറിലേഷനാണ്. 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവാണ്. -1ൻ്റെയും 0ൻ്റെയും ഇടയിലാണ് റിലേഷൻഷിപ്പ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനാണ്. നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റിൻ്റെ വാല്യൂ എപ്പോഴും -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു പ്യുവർ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേഷനൊക്കെ നടത്തുന്ന സമയത്ത് ഇതിലപ്പുറമുള്ള, അതായത് 0.1, 1.2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റാണെന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. Between no correlation and perfect correlation, there are varying degrees of correlation. No correlationൻ്റെയും, അതായത് 0ൻ്റെയും ആൻഡ് പെർഫെക്റ്റ് കോറിലേഷൻ്റെയും ഇടയിൽ വേരിയിങ് ഡിഗ്രി ഓഫ് കോറിലേഷൻ, അതിൻ്റെ ഇടയിൽ പല ലെവലിലുള്ള കോറിലേഷനാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ 0.1 എന്ന് പറയുമ്പം അത് +1 ആവാം അല്ലെങ്കിൽ -1 ആവാം. രണ്ടാണെങ്കിലും എന്താണ്, പെർഫെക്റ്റ് കോറിലേഷനാണ് വരിക. -1 കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. +1 കിട്ടിക്കഴിഞ്ഞാലും അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്, -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വിവിധ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾസ് കമൻസ് താഴെ കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ ഫർദറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സമയപരിമിതിയുണ്ട്, എന്നിരുന്നാലും സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.